കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വിശ്വാമിത്ര മഹർഷി കുമാരന്മാരെയും കൂട്ടിയിട്ട് നേരെ നടന്നത് മിഥിലയിലേക്കാണെന്ന് പറഞ്ഞു. മിഥിലയിലേക്ക് പോണ വഴിക്ക് ഒരു ദിവസം അവരവിടെ താമസിച്ചു. ശോണ എന്ന് പറഞ്ഞ നദിയുടെ തീരത്ത് താമസിച്ചു. അവിടുന്ന് അവർ വീണ്ടും സഞ്ചരിച്ചു പോകുന്ന അവരൊരു വിശിഷ്ടമായ ഒരു ആശ്രമത്തിൽ, ശ്രീമദ് ആശ്രമ സംകാശം, കേമായ ഒരു ആശ്രമമാണല്ലോ, പുതിയതാണല്ലോ എന്നൊക്കെ, പഴയതാണല്ലോ, എന്നാലും വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇത് ഏതാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പം അതിൻ്റെ മറുപടിയായിട്ട് ഭഗവാൻ വിശ്വാമിത്രർ പറഞ്ഞു കൊടുത്തു. ഹന്തതേ കഥയിഷ്യാമി ശൃണു തത്വേന രാഘവ യസ്യേതദാശ്രമപദം പുരാ ശപ്പതം മഹാത്മന. ഇത് ഈ ആശ്രമപദം, ആശ്രമസ്ഥാനം ഏതാന്ന് ഇഷ്ടമുണ്ടോ ഞാൻ പറയാം. അതായത് പണ്ട് ഗൗതമസ്യ, ആരുടെ, ഗൗതമൻ എന്നാണ് മഹർഷിയുടെ പേര്, ഗൗതമസ്യ നരശ്രേഷ്ഠ പൂർവമാസീൻ മഹാത്മന. മഹാത്മാവായ ഗൗതമൻ എന്ന് പറഞ്ഞ മഹർഷിയുടെ ആശ്രമമാണ് ഈ മുമ്പിൽ കാണുന്ന ആശ്രമം. അവിടെ എന്താ പ്രത്യേകത ചോദിച്ചാൽ അത് വളരെ ദേവന്മാർ വരെ ബഹുമാനിക്കുന്നതാണ്. അതിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ പണ്ട് ആ കഥ പറഞ്ഞു കൊടുത്തു. നമ്മൾ പതിവായിട്ട് പറയുന്ന കഥയില്ലേ കേൾക്കണത്. പണ്ട് എന്താ ഉണ്ടായിച്ചാൽ ഈ അഹല്യ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു പത്നി ഉണ്ടായിരുന്നു, അഹല്യ എന്നാണ്. ഈ അഹല്യയുടെ കഥ കുറച്ച് കഴിഞ്ഞാൽ പറയും. അത് അവിടെ പറയുമ്പോൾ ഇവിടെ പറഞ്ഞാൽ കുറച്ചും കൂടി വെളിച്ചത്തിൽ മനസ്സിലാവേ. അഹല്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് പണ്ട് സകല നന്മകളും ലോകത്തിലെല്ലാ സൗഭാഗ്യ സൗന്ദര്യ വസ്തുക്കളും ചേർത്തിട്ട് ഒരു സ്ത്രീ, ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീ സ്വരൂപത്തിനെ സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്തു? അപ്പോൾ അത് എന്താ വെച്ചാൽ എല്ലാം തികഞ്ഞവളാണ്. ഹല്യം ഇല്ലാത്തവള് എന്ന അർത്ഥത്തിൽ എന്ത് പേരിട്ടു? അഹല്യ. ഹല്യം വെച്ചാൽ ഒരു കുറവുമില്ല, ഒരു പോരായില്ല, ഒരു ന്യൂനതയില്ലാത്തതായതുകൊണ്ടാണ് അഹല്യം ഇല്ലാത്തതായതുകൊണ്ട് അഹല്യ എന്ന് പേരിട്ടു. അങ്ങനെ അഹല്യ മഹാകേമയായിട്ടിരിക്കുന്ന കാലത്ത് ഗൗതമൻ എന്ന് പറഞ്ഞ മഹർഷിയുടെ അടുത്ത് ഏൽപ്പിച്ചു കൊടുത്തു. എന്ത്? ഇതിനെ പരിപാലിക്കാനായിട്ട്. ഈ ഗൗതമ മഹർഷിയാണ് എന്ത് ചെയ്തു? ഇദ്ദേഹം തന്നെ ഏൽപ്പിച്ചതിൽ എത്ര സുന്ദരിയായിട്ടുള്ള പെങ്കടാവിനെ അദ്ദേഹം വളരെ ഒരു കാമല്യ, ഒരു ഭാവല്യ ഒന്നുമില്ലാതെ എന്ത് ചെയ്തു? അസലായിട്ട് പരിപാലിച്ചു. അപ്പോൾ ബ്രഹ്മാവിന് മനസ്സിലായി ആള് മിടുക്കനാണെന്ന്. ആര്? ഒരു കാപട്യം കാണിച്ചില്ലല്ലോ, എന്തെങ്കിലും ഒരു രണ്ടാം തരം അതിൽ കാണിച്ചില്ലല്ലോ. അങ്ങനെയൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അദ്ദേഹം അതൊന്നും ചെയ്തില്ല. വളരെ നിഷ്ഠയോട് ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഇത്ര യോഗ്യനായിട്ടൊരാളുണ്ട് വെച്ചാൽ അദ്ദേഹം തന്നെയാണ് യോഗ്യൻ. ആര് മനസ്സിലാക്കി? നല്ല അടക്കമുള്ള ആളാണല്ലോ. അങ്ങനെ ഈ പെൺകുട്ടി ആർക്ക് വിവാഹം ചെയ്തു കൊടുത്തു? അഹല്യെ ഗൗതമൻ. അങ്ങനെയാണ് ഗൗതമൻ്റെ പത്നി ഏത്? അഹല്യ. ഈ കഥ കുറച്ച് കഴിഞ്ഞാൽ പറയും. അതിനിപ്പോൾ നമ്മളിപ്പോൾ ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ആളെ പരിചയപ്പെടാൻ എളുപ്പമാണേ. എന്നിട്ടാ മനസ്സിലാക്കല്ലേ നല്ലത്. അങ്ങനെ കഴിച്ചു കൂട്ടണ കാലത്ത് ഒരിക്കലും എന്താ വെച്ചാൽ ഈ മഹർഷിയുടെ കൂടെ കഥജിൽ ദിവസേ രാമ തതോ ദൂരം ഗതേ മുനൗ തസ്യാന്തരം വിദിത്വാതോ സഹസ്രാക്ഷ ശചീപതി. അപ്പോൾ ഈ ലോകത്തിൽ സർവത്ര ഇത്ര വലിയൊരു സുന്ദരി വേറെ ഇല്ല. ബ്രഹ്മാവ് അങ്ങനെ കേമായിട്ട് സൃഷ്ടിച്ച സൃഷ്ടിയാണല്ലോ അത്. ഇത് എല്ലാവർക്കും നിശ്ചയുണ്ട്. അങ്ങനെ ഇരിക്കെ കഥജിത്ത് ഒരിക്കൽ എന്താ ഉണ്ടായി ചോദിച്ചാൽ, രാമ ഞാൻ പറയാം, രാമ കേട്ടോളൂ അങ്ങ്. തതോ ദൂരം ഗതേ മുനൗ. മഹർഷി എങ്ങടോ ദൂരൊരിക്കലേക്ക് പോയ സമയത്ത് തസ്യാന്തരം വിദിത്വ. തസ്യാന്തരം എന്ന് പറഞ്ഞാൽ ആ പഴുത് നോക്കിയിട്ട് എന്താണ്? മഹർഷി എങ്ങടോ പോയപ്പം ആ തഞ്ചം തരം നോക്കിയിട്ട് എന്ത് ചെയ്തു? സഹസ്രാക്ഷ ശചീപതി. സഹസ്രാക്ഷനായ ശചീപതി ഇന്ദ്രൻ എന്താ ചെയ്തു വെച്ചോ? ആ ശചീപതി എന്നൊക്കെയുള്ളതൊരു പ്രയോഗം ഒന്ന് കൊള്ളിച്ച് പറഞ്ഞതാണ്. കല്യാണം കഴിക്കാണ്ട് തെണ്ടി നടക്കുന്ന ഒരാൾ പാവം വന്നു വെച്ചാൽ തിരക്കാടില്ലേ. ശചീപതിയാ ഒന്നകത്തുണ്ട്. അതാണ് എന്താ, ശചിയുടെ ഭർത്താവാണേ. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ പറയാതെ എന്താ പറഞ്ഞത്?
ശചീപതി, ശചീദേവിയുടെ ഭർത്താവ് ഇന്ദ്രൻ. അപ്പം അങ്ങനെ ഒരു ഭാര്യ അവിടെ ഉണ്ടായും കൊണ്ടാണ് ഇന്ദ്രൻ ഈ ജാതി വേണ്ടാത്തതിന് പുറപ്പെട്ടതെന്ന് മനസ്സിലായില്ലേ? അതാണ് ശചീപതി എന്ത് ചെയ്തു വെച്ചാൽ മുനിവേഷധരോഹല്യാമിതം വചനമബ്രവീത്. ഈ മഹർഷിയുടെ വേഷം ധരിച്ചിട്ട് എങ്ങോട്ട് വന്നു? അഹല്യയുടെ അടുത്തേക്ക് വന്നു. അഹല്യയുടെ അടുത്ത് വന്നിട്ട് അഹല്യ എന്തേ ചെയ്തു വെച്ചാൽ അഹല്യോട് പറയും ചെയ്തു, ഋതുകാലം പ്രതീക്ഷന്തേ നാർത്ഥിന സുമഹാ, അതെന്ന് പറയേണ്ട വിസ്തരിച്ച്, സുസമാഹിതേ സംഗമം ത്വഹമിച്ഛാമി ത്വയാ സഹ സുമധ്യമേ. ഒന്നുമില്ല, അങ്ങോട്ട് കാര്യം പറഞ്ഞു, അന്ന് എൻ്റെ കൂടെ സംഗമിക്കാൻ ആഗ്രഹിക്കണോ സുമധ്യമേ സുന്ദരി എന്നങ്ങോട്ട് പറഞ്ഞു. അപ്പം ഇത് കേട്ടപ്പോൾ നമ്മൾ പഠിച്ച കഥയിൽ എങ്ങനെയാണ് വേഷമൊക്കെ മാറിയിട്ടുണ്ട്, നമുക്ക് ഇവിടെ ഉണ്ട്. ഒരാൾ ഇപ്പം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ എന്ത് വേഷം കെട്ടി വന്നാലും, ഇനി അതല്ല നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ വേഷം ഞാൻ ഏതൊരുത്തം കെട്ടി വന്നാലും ഏതൊരുത്തി കെട്ടി വന്നാലും സിനിമയല്ലല്ലോ ഇത്. പോവാ വേഷം കെട്ടൊക്കെ ദൂരേന്ന് കുറേ ദൂരേന്നൊക്കെ കാണുമ്പോൾ നമുക്ക് അതുപോലെ ഒരു ഛായ തോന്നിയാലും അടുത്തേക്കൊക്കെ വരുമ്പോൾ മനസ്സിലാവും ആ കോന്ത്രമ്പല്ലും കോങ്കണ്ണൊന്നും ഇല്ല, അതാരല്ല നമ്മൾ ഉദ്ദേശിച്ച ആളല്ല, നമുക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഒന്നും മനസ്സിലാവാതിരിക്കുമോ? മനസ്സിലാവാണ്ടിരിക്കില്ല. അപ്പം അതന്നെ ഒരു അന്തല്ലാത്ത വർത്തമാനമാണ്. അപ്പം വേഷമൊക്കെ മഹർഷിയുടേത് കെട്ടി വന്നാൽ അടുത്ത വീട്ടുകാരൊക്കെ മഹർഷി എന്ന് വിചാരിച്ചാൽ ഈ അകത്തുള്ള ആൾക്ക് എന്ത് മനസ്സിലാവേണ്ടതാണ്? ഇത് മഹർഷി അല്ല എന്ന് കേട്ടോളൂ കേട്ടോ. നമ്മൾ മനസ്സിലാക്കി ഇത് എന്നിട്ട് എന്താ വെച്ചാൽ മഹർഷിയാണെന്ന് തോന്നിയിട്ടാണ് പാവം അഹല്യ ഈ മഹർഷിയെ ആയിട്ട് വേഷം വെട്ടി വന്ന് ഇന്ദ്രനെ പ്രാപിച്ചു. എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ എന്തുണ്ടായി? ഇന്ദ്രനെയും മഹർഷി ശപിച്ചു. അപ്പം എന്തുണ്ടായത്? തിരിച്ചു വന്നിട്ട് ആരെയും ശപിച്ചു? അഹല്യയെ ശപിച്ചു. അതല്ലേ എന്ത് സ്ത്രീപീഡനം എന്നൊക്കെ പറയുന്നത്? പാവം ആര് ഒന്നും അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കിയത്? അത് വലിയൊരു ചർച്ചയാണ്. അപ്പോൾ ഉത്തരം കിട്ടുട്ടോ, ശ്രദ്ധിച്ചോളൂ. അതിനൊക്കെയുള്ള ഉത്തരമാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ മുനിവേഷം സഹസ്രാക്ഷം വിജ്ഞായ രഘുനന്ദന രാഘവ രാമ, ഞാൻ പറയാം. അതായത് മുനിവേഷം സഹസ്രാക്ഷം വിജ്ഞായ, മുനിയുടെ വേഷത്തിൽ വന്നത് സഹസ്രാക്ഷനാണ് എന്ന് വിജ്ഞായ മനസ്സിലായിട്ട്. കേട്ടോ, കള്ളി പൊളിഞ്ഞില്ലേ? മുനിവേഷം സഹസ്രാക്ഷം വിജ്ഞായ രഘുനന്ദന മതിം ചകാര ദുർമേധാ ദേവരാജകുതൂഹലാത്. അവരൊറ്റ പദ്യം മതി കള്ളി വെളിച്ചത്താവാൻ. കോടതിയിൽ കേസ് തോൽക്കാൻ എന്ത് മതി? ഈ ഒരു പദ്യം വേണ്ടു. എന്താ പറഞ്ഞത്? മുനിയുടെ മഹർഷി ഗൗതമ മഹർഷിയുടെ വേഷം കെട്ടി വന്നത് ഇന്ദ്രനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മതിം ചകാര, ആ ഇന്ദ്രൻ്റെ പ്രത്യേകതയിൽ മനസ്സ് വെച്ചു. അഹല്യ മനസ്സ് വെച്ചു വെച്ചാൽ താല്പര്യം കാണിച്ചു എന്നല്ലേ അർത്ഥം. അപ്പം എന്താണ്ടായത്? ദുർമേധാഹ. ആര് ദുർമേധാച്ച എന്താർത്ഥം? ദുർബുദ്ധിന്ന്. ആരെയെ വിളിച്ചത്? ദുർബുദ്ധി. ആ ദുർബുദ്ധി കാണിച്ചു. എന്താണ്ടായത്? ദേവരാജ കുതൂഹലാത്. എന്ത് കാരണത്താൽ വന്നിരിക്കണത്? ആരാ? ദേവരാജാവല്ലേ. ദേവരാജ കുതൂഹലം പറഞ്ഞാൽ ദേവേന്ദ്രനോടുള്ള ഒരു കൗതുകം, ഒരു താല്പര്യം. അദ്ദേഹം മഹാകേമനാണല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവുകൊണ്ട് അങ്ങനെ വെച്ചു. എന്നിട്ട് എന്താണ്ടായത്? അഥ അബ്രവീൽ. എന്നിട്ട് പറയുകയും ചെയ്തു, അഥ അബ്രവീൽ സുരശ്രേഷ്ഠം കൃതാർത്ഥേന അന്തരാത്മന. എന്നിട്ട് ഈ ഇന്ദ്രനും ഈ അഹല്യയും കൂടി ഇത് കഴിഞ്ഞ് പോകുമ്പോൾ, ഇന്ദ്രൻ പോകുമ്പം എന്താണ്ടായെന്നറിയൂ? അഹല്യ ഇന്ദ്രനോട് പറയണേ, ശ്രദ്ധിച്ചുട്ടോ വാചകം പറഞ്ഞു. ഇന്ദ്രനോട് പറഞ്ഞു, അതെ കൃതാർത്ഥാസ്മി, സന്തോഷമായി എന്ന് ഇന്ദ്രൻ. അപ്പം നോക്കൂ, അറിഞ്ഞും കൊണ്ട് പുറപ്പെട്ട ചീത്തത്തല്ലേ ഇത്? സന്തോഷമായി, കൃതാർത്ഥാസ്മി, സംതൃപ്തിയാണ് ഞാൻ, സന്തോഷമായി. സുരശ്രേഷ്ഠ വിളിച്ച പേരെന്താണ്? മഹർഷി ഈശ്വര എന്ന് വിളിച്ചില്ല. എന്താ വിളിച്ചത്? സുരശ്രേഷ്ഠ, ദേവരാജാവേ സന്തോഷമായിട്ടോ. അതുകൊണ്ട് ഗച്ഛ ശീഘ്രം ഇതാ പ്രഭു, വേഗം അതിൽ ചാടി പോയിക്കോളൂ. അവനോട് പറഞ്ഞു, ഗച്ഛ പോയിക്കോളൂ ശീഘ്രം. കണ്ടോ, മതിൽ ചാട്ട നമ്മൾ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ആ വേഗം പോകുക വെച്ചാൽ ഗേറ്റ് കിടക്കണമെങ്കിൽ തുറക്കണം, മറ്റേ സാധനം ഇങ്ങോട്ട് വളയ്ക്കണം, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഉന്തണം. മതിലാവുമ്പോൾ പടക്കോ നായില്ലെങ്കിൽ ആലോചിച്ച് നോക്കും. ഇതൊക്കെ തന്നെയല്ലേ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഓരോന്ന് പറയണത് അല്ലേ? അന്തല്യായ അങ്ങനെ അശ്ലീലം പറയുമെന്ന് തോന്നരുത് കേട്ടോ. ഈ നമ്മളല്ല വല്ല മഹാകേമായിട്ട് ഇങ്ങനെ കൊണ്ടാടുന്ന ഒരു വിഷയമാണ്, അതിൻ്റെ ഒരു കഥയാണ് പറയണത്. അപ്പം കൃതാർത്ഥാസ്മി, സന്തോഷമായി രാജാവേ ദേവരാജാവേ. മാത്രമല്ല ഗച്ഛ ശീഘ്രം ഇതഃ പ്രഭോ, ഇവിടുന്ന് വേഗം പോയിക്കോളൂ കേട്ടോ. എന്താണെന്നറിയോ? ആത്മാനം മാം ച ദേവേശ സർവദാ രക്ഷമാനദ. അപ്പം കണക്കാക്കിയിട്ട് തന്നെയാണ് പറഞ്ഞത്. എന്താണെന്ന് വെച്ചിട്ടോ, ആത്മാനം അവനോനെയും രക്ഷിച്ചോളൂ, എന്നെയും കൂടി രക്ഷിച്ചോളൂ കേട്ടോ ദേവരാജാവേ. കാര്യം കഥ കയ്യിൽ നിന്ന് പോയിന്ന്. എന്താ
ആ പറഞ്ഞ ഭാഷയാണത്. എന്താ? ആത്മാനം മാം ച ദേവേശ. ആത്മാനെന്ന് പറഞ്ഞാൽ അവനവനെ. അപ്പൊ ദേവേന്ദ്രനോട് അവനവനെ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ ദേവേന്ദ്രനെ തന്നെ. മാം ച എന്നെയും ചൽ ഈ പാപത്തിൽ പങ്കെടുത്ത ഒരാൾ ഞാനും ഉണ്ടല്ലോ. അപ്പൊ എന്നെയും കൂടി എന്ത് ചെയ്തോളൂ? ദേവേശ, അങ്ങ് ദേവേന്ദ്രനൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ പറ്റിയായിരിക്കും. അങ്ങനെ എന്ത് ചെയ്യണം? സർവ്വത എപ്പോഴും എന്ത് ചെയ്തോളൂ? രക്ഷിച്ചോളൂ ദേവേശ. കള്ളത്തരം ചീത്തത്തും ചെയ്യാത്ത ഒരാൾക്ക് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പറഞ്ഞു രക്ഷ. അപ്പം ഇത് മനഃപൂർവ്വം ഈ ആലോചിച്ചിട്ട് തന്നെയാണ് അഹല്യയും ചെയ്തത്. ഇന്ദ്രനും കൂടി പുറപ്പെട്ടു. അപ്പം ഇന്ദ്രന് ആ പാപത്തിൽ എത്ര കണ്ട് പങ്കുണ്ടോ അത്ര കണ്ട് തന്നെ ആർക്കുണ്ട്? അഹല്യയ്ക്കും ഉണ്ട്. അത്ര കണ്ടില്ല വെച്ചാൽ കുറച്ച് കൂടുതലും കൂടി പറയണം. ഇല്ലെങ്കിൽ എന്തിനാ അവിടെ ആശ്രമത്തിൽ ചൂലുണ്ടാവും, പഴയ ചെരുപ്പുണ്ടാവും, അല്ലെങ്കിൽ പൂച്ചയെ തല്ലണ വടി ഉണ്ടാവും, നായ എറിയണ മുട്ടി ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ചെയ്തുവോ? ഒരു പ്രതിരോധം ആര് ചെയ്തില്ല. അല്ല, കയറി വന്ന് ബലാത്കാരേണ പ്രാപിച്ചു വെച്ചാൽ പ്രതിരോധം ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല. അത് ദേവരാജ കുത്തു. ഇന്ദ്രസ്തോ, ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്ത്? ഇന്ദ്രസ്തോ പ്രഹസൻ വാക്യം അഹല്യാം ഇതമബ്രവി. അപ്പം അഹല്യയുടെ ഈ വർത്തമാനം കേട്ടപ്പം ഇന്ദ്രൻ എന്താ ചെയ്തത്? ഇന്ദ്രസ്തോ പ്രഹസൻ ഇന്ദ്രൻ നന്നായിട്ട് ചിരിച്ചു. വെപ്രാള ചിരിച്ചും കൊണ്ട് പറയുകയും ചെയ്തു. എന്താ പറഞ്ഞത്? പരിതുഷ്ടോസ്മി ശുശ്രോണി. സന്തോഷമായി ഈ സുന്ദരിയേ എന്നാണ്. കണ്ടോ ആ ഭാഷ നോക്ക്. രണ്ടാളും ഒരേ ജാതിയല്ലേ പറഞ്ഞത്? സന്തോഷമായി ഈ ശുശ്രോണി. അതുകൊണ്ട് ഗമിഷ്യാമി യഥാഗതം. വന്ന മാതിരി ഞാൻ എൻ്റെ കൊടയും ചെരുപ്പെടുത്ത് പോയിക്കോളാന്ന്. യഥാഗതം ചെൽ വന്ന പോലെ പൊയ്ക്കോളാന്ന്. മനസ്സിലായില്ലേ? നിനക്കൊരു വിഷമമില്ലാത്ത മട്ടിൽ ഞാൻ വേഗം പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. ഇത്രയും സംഭാഷണം കഴിഞ്ഞു. എന്നിട്ട് ഏവം സംഗമ്യതയാ നിശ്ചക്രാമോടജാത്തത. അങ്ങനെ ഈ അഹല്യ പ്രാപിച്ചതിൻ്റെ ശേഷം ഈ മഹർഷിയുടെ വേഷത്തിൽ വന്ന ഇന്ദ്രൻ ധൃതിയിൽ ഇവിടുന്ന് പോവുക. എങ്ങനെയാണ് പോണതെന്ന് അറിയാം. ഇന്ദ്രൻ പോണത് നോക്കൂ. സസംഭ്രമാൽ ത്വരം രാമ. സസംഭ്രമാൽ വെപ്രാളപ്പെട്ടിട്ട് ധൃതി കൂട്ടിയിട്ടാണ് പോണത്. എന്താ കാരണം? ബസ് സ്റ്റാൻഡിൽ നിന്ന് മറ്റേ ആൾ വരുന്നുണ്ടാവുമോ? ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് ഇറങ്ങി ഇടവഴി കൂടി വെപ്രാളാണ്. ഈ നമ്മൾ എന്തെങ്കിലും കള്ളത്തര എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ കാണിച്ചു എന്ന് കുട്ടിക്കോളൂ, നമുക്ക് എന്തുണ്ടാവും? നമ്മൾ മനസ്സുകൊണ്ടോ വാക്കോണ്ടോ ശരീരം കൊണ്ടോ ഒരു കള്ളത്തരം, ഒരു വഞ്ചനയും, ഒരു ചതിയും, ഒരു ചീത്തത്തും ചെയ്തിട്ടില്ല എന്ന് കുട്ടിക്കോളൂ, അന്തസ്സായിട്ട് നിന്നോളൂ. എവിടെയും പോക്കി പിടിച്ചിട്ട് എന്ത് തല താഴ്ത്തേണ്ട കാര്യമല്ലേ? എവിടെയും നമ്മൾ ചെയ്തിട്ടില്ല ഒരു തെറ്റ് ചീത്തത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ആരെന്ത് ചീത്തത്തം പറഞ്ഞാലും നമുക്ക് നമ്മളോട് എന്തുണ്ട്? ഞാനത് ചെയ്തിട്ടില്ല. ശരിയല്ലേ? ഇനി ആരൊക്കെ നമ്മളെ കൊണ്ടാടിയാലും നമ്മൾ ചീത്തത്തം ചെയ്തു വെച്ചാൽ നമുക്ക് തല പൊക്കി നിൽക്കാനും പറ്റില്ല. ആര് സ്തുതിച്ചാൽ നമുക്ക് തോന്നും എന്ത്? നമ്മൾ ഒരു ഉള്ളിലൊരു മനസാക്ഷി കുത്തുന്നതെന്ന് പറയുക. അതുള്ളവർക്കേ കുത്തുള്ളൂ കേട്ടോ, അല്ലാത്തവർ കുത്തില്ല. ഏതുള്ളവർക്ക്? ഈ സാക്ഷി ഉള്ളവർക്കേ കുത്തുള്ളൂ, എല്ലാവർക്കും എന്ത് കുത്ത്? നമുക്കുള്ളിലൊരു ഈ മനസാക്ഷി എന്ന് പറഞ്ഞൊരു നന്മ തിന്മയുടെ ഒരു വശം വരുമ്പോൾ നന്മയെ പൊക്കി പിടിക്കുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. അതിൻ്റെ പേരാണ് എന്ത്? മനസാക്ഷി. അത് ചിലർക്കൊന്നും ഉണ്ടാവില്ല. കുറേ കാലം കഴിഞ്ഞ് അതിനൊക്കെ നമ്മൾ പറിച്ച് കളഞ്ഞിട്ടുണ്ടാവും. ചിലരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടാവും. അതിങ്ങനെ ഉള്ളിൽ കുത്തി ചീത്തത്തം ചെയ്യുമ്പോൾ ഇങ്ങനെ കുത്തി നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അതാണ് മനസാക്ഷി കുത്ത് എന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞിട്ടില്ലേ? അതാണ് ഈ സാധനം. അപ്പോൾ രാജാവ് ഇന്ദ്രന് സസംഭ്രമാത് ത്വരം രാമ ശങ്കിതോ ഗൗതമം പ്രതി. ഗൗതമൻ വരുന്നുണ്ടോയെന്ന് ശങ്കിച്ച്. അപ്പം എങ്ങനെയായിരിക്കും ഇപ്പം ഇന്ദ്രൻ പോണത്? കേട്ടിട്ടില്ലേ? വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാട്ടും എന്തിനാ അന്തസ്? ദേവരാജാവ് അത്രേ. എങ്ങനെയുണ്ട്? അന്തസ്സില്ല അല്ലേ? അല്ലെ അല്ല, അതൊരു മോശമാണ്. എന്തിനാ ഇതൊക്കെ ഇവിടെ പറയണത്? ഇതൊക്കെ നമ്മുടെ ലോകത്തിൻ്റെ കഥകളാണ്. അല്ലാതെ ദേവരാജാവ് ഇന്ദ്രൻ ഇങ്ങനെ ഏതോ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു ചേത്തത്തെ കാണിച്ചു, അവർ കാണിച്ചില്ലെന്ന് ഏതോ കാലത്തെ കഥ. അതല്ല വിഷയം. എത്ര വലിയ നിലയിലിരിക്കണവനാണെങ്കിലും ഏത് വലിയ പദവിക്കാരനാണെങ്കിലും പദവിക്കാരിയാണെങ്കിലും ചീത്തത്തം കാണിച്ചാൽ ചീത്തത്തം തന്നെയാണ്. അത് കൊണ്ടാടാനൊന്നും അതിനെ വ്യാഖ്യാനിച്ച് മഹിമ കൂട്ടാനും നിൽക്കരുത്. അതുകൊണ്ട് നമ്മളെപ്പോഴും മഹിമയുള്ളവരായിട്ട് ഇരിക്കുക എന്നറിയൂ. നന്മയുടെ വഴിയെ കൂടി സഞ്ചരിക്കുമ്പോൾ പണമില്ലെങ്കിലും പ്രതാപമില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും വലിയ പടയും പട്ടാളും മാളികയും വെൺമാടം ഒന്നും ഇല്ലെങ്കിലും അന്തസ് ഉണ്ടാവും. എന്തുണ്ടാവും? അതൊരു വലിയ മടുക്കാണ് അന്തസ്. അത് കാശ് കൊടുത്താൽ കിട്ടുമോ? മാളിക കെട്ടിയാൽ കിട്ടുമോ? വലിയ ഉദ്യോഗം ഭരിച്ചാൽ കിട്ടുമോ? വലിയ കുപ്പായിട്ടാൽ കിട്ടുമോ? ഒന്നും കിട്ടില്ല. ആ അന്തസ് എങ്ങനെ ഉണ്ടാവേണ്ട? ഒരു ദിവസം രാവിലെ മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്നതാ. എത്രയോ കാലമായിട്ട് ബുദ്ധിമുട്ടി നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതിൻ്റെ പേരാണ് എന്ത്?
അന്തസ് വളരെ ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ത്യാഗം ചെയ്തിട്ടുണ്ടാവും അന്തസ് നിലനിർത്താൻ ഇല്ലേ? പണം ഉണ്ടാവില്ല. അപ്പം നമ്മൾ മുണ്ട് മുറുക്കി കൊടുക്കും. എന്തിന്? ഈ പണം ഇല്ലാണ്ട് എന്താ മുണ്ട് മുറുകണത്? മനസ്സിലാവണില്ലേ? എന്താ കാരണം? ഉണ്ടിട്ടില്ലെങ്കിൽ നമ്മളത് മുണ്ട് മുറുക്കി കൊടുത്താൽ നമ്മൾ അതിൻ്റെ അന്തസ് കളയില്ല. അങ്ങനെയൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അന്തസ് കളയാച്ചാൽ മുണ്ട് മുറുക്കാൻ തന്നെ നമുക്ക് അന്തസ് നല്ല സന്തോഷമായിട്ട് കേട്ടോ ചെയ്യില്ല ആരും. അപ്പം ആ ആത്മാഭിമാനം അല്ലെങ്കിൽ അവനവൻ്റെ ഒരു നിഷ്ഠ, ഒരു പ്രാപ്തി, അതൊക്കെ ബുദ്ധിമുട്ടിയിട്ട് കുറേ കാലത്തെ പ്രയത്നം കൊണ്ട് ഉണ്ടാക്കണതാണേ. നോക്കൂ ഇന്ദ്രനെ ഇപ്പം എന്തേ കഥയിൽ. എന്നിട്ട് ഇന്ദ്രൻ ഇവിടുന്ന് പോവുകയാണ്. ദേവദാനവ ദുർധരിഷം ആരെ കണ്ടു ഒന്നും പറയണ്ട. ഇന്ദ്രൻ പരിഭ്രമിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഈ വല്ലതും കട്ട് തിന്ന പൂച്ചിന്നായൊക്കെ പോകണുണ്ടല്ലേ? കുടുംബത്തൊക്കെ വന്നിട്ട് വല്ലതും വടക്കേ മുറ്റത്ത് എന്തെങ്കിലും കട്ട് തിന്നിട്ട് നായ എങ്ങനെയാണ് പോവുക? നായ വീട്ടുകാരൻ കാണുന്നുണ്ടോ നോക്കിയിട്ട് വടിയും തല്ലും ഒക്കെ വരണുണ്ടോ നോക്കി പേടിച്ച് പോവില്ലേ? അതാണ് എന്താ വെച്ചാൽ താനൊരു ചീത്തത്തം ചെയ്തെന്നൊരു ബോധ്യം നായക്ക് ഉണ്ടാവുകൊണ്ട് നായ പത്ത് പതുങ്ങിയും പോണതേ. എന്ന മട്ടിൽ ഇന്ദ്രൻ ഇങ്ങനെ പോകുമ്പം അതവരണു ഗൗതമം സദദർശാഥ പ്രവിശന്തം മഹാമുനിം. മഹർഷി അതാ വരണു, ഇങ്ങോട്ട് വരികയാണേ. ആശ്രമത്തേക്ക് വരണേ മഹർഷി ആര് കണ്ടു? ഇന്ദ്രൻ കണ്ടു. ഇന്ദ്രൻ കണ്ടു എന്ന് മാത്രമല്ല, അദ്ദേഹം എങ്ങനെയുള്ള മഹർഷി എന്നറിയോ? മഹാകേമനാണ്. ദേവദാനവ ദുർധരിഷം. ദേവന്മാർക്കോ അസുരന്മാർക്കോ പിടിച്ചാൽ കിട്ടണ ആളല്ലാരും. സാധാരണ ഒന്നുകിൽ ദേവന്മാർക്ക് പിടിച്ചാൽ കിട്ടും, ഇനി അങ്ങനെ പിടിച്ചാൽ കിട്ടാത്തവരെ മറ്റവർക്ക് പിടിച്ചാൽ കിട്ടും. ആർക്ക്? അസുരന്മാർക്ക്. ഇത് രണ്ടു കൂട്ടർക്ക് പിടിച്ചാൽ കിട്ടാത്ത സാധനമാണ് ആര്? എന്നുവെച്ചെന്താർത്ഥം? ഈ ദേവന്മാരുടെ അസുരന്മാരുടെ ഒന്നും കണക്കിൽ ഒതുങ്ങണ ആളല്ല ആര്? ഈ മഹർഷി. അതിലേറെ ദേവന്മാരെയും അസുരന്മാരെയും വരെ തൻ്റെ കാൽക്കീഴിൽ നിർത്താൻ പ്രാപ്തിയുള്ള തപസ്സുള്ള ആളാണ് ആര്? ഗൗതമ മഹർഷി. അദ്ദേഹം വന്നപ്പോൾ എന്താണ്ടായെന്നറിയൂ? ദേവദാനവദുർധരിഷം തപോബല സമന്വിത. വലിയ തപോബലൊക്കെ ഉള്ള ആളാണ്, നല്ല തപസ്സൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹം എന്ത് ചെയ്തു? തീർത്ഥോദക പരിക്ലിന്നം ദീപ്യമാനമിവാനലം ഗൃഹീത സമിധം തത്ര സഹുശം മുനി പുങ്കവം. അദ്ദേഹം തീർത്ഥോദക പരിക്ലിന്നം, കുളത്തിൽ മുങ്ങി കുളിച്ച് ആ ഈറനെടുത്ത് ഇങ്ങനെ വരികയാണ്. കയ്യിലാച്ചാൽ എന്തുകൊണ്ട്? ദീപ്യമാനം ഇവാനലം, തീ പോലെയാണ് വരണത്. എന്തുപോലെ? തീയെ വല്ല പന്തൊക്കെ കത്തിച്ച് അങ്ങനെ ഉണ്ടാവും വരണു തീപ്പന്തം. അതേ ജാതി തേജസ്. മഹർഷിയില്ലേ, നല്ല തേജസ്വിനെ. തേജസ്സോടെ വരും. കയ്യിലാച്ചാൽ ഗൃഹീത സമിധം, ചമത ഒരു കയ്യിലുണ്ട്, ദർഭി മറ്റേ കയ്യിലുണ്ട്. അപ്പം നിത്യഹോമത്തിനൊക്കെ ഉള്ള കുളി സന്ധ്യാവന്തനം കഴിഞ്ഞ് കുളക്കടവെന്ന് വരും, ഹോമം കഴിക്കാനൊക്കെ വരുവേ. അതാണ് ഈ ചമതയും. ചമത എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഹോമിക്കണേ. ഈ ത്രശ നീളത്തിലെ വിറകിൻ്റെ കട്ടൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് അങ്ങാടിയിൽ നിന്നപ്പോൾ ഒന്ന് ചമത. എന്ത് ചമത? നമ്മളൊക്കെ ചാഞ്ചാട്ടേ ഉള്ളൂ. എന്ത് ഒരു ഒരു ചാൻ വലുപ്പത്തിൽ മുറിച്ച ചമതയുടെ കഷ്ണത്തിന് എന്ത് പറയുകയാണ്? ചാൻ ചമത. അതിപ്പോൾ കെട്ടി വെച്ചിട്ടുണ്ടാവും അങ്ങാടിയിലെ കടയിൽ, പൂജാ സ്റ്റോർ കടയിലുണ്ടാവും, അവിടുന്ന് വാങ്ങിക്കൊണ്ടിരിക്കുക. അതിന് ചമത ആണ്. പണ്ടൊക്കെ നമ്മുടെ അങ്ങാടിയിൽ നിന്നല്ല പറമ്പിലൊക്കെ ഉണ്ടാവും ചമത. ഈ ചമത കോലമരം നമ്മൾ ഈ ഇതിനൊക്കെ കൊണ്ടുപോകും, അവരത് മുറിച്ച് കൊണ്ടുപോകണ്ടില്ലേ കോല, ചമത കോല, ഈ ശവദാഹത്തിൻ്റെ കൂടെയൊക്കെ വേണ്ടി വരും. അപ്പോൾ ഈ ചമത എന്ന് പറഞ്ഞ മരത്തിൻ്റെ വിറക് ഹോമിക്കാനുള്ളത്. പിന്നെ കുശം, ദർഭ ഹോമിക്കാൻ. ദർഭ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഈ പൂജയ്ക്കൊക്കെ കെട്ടണില്ലേ, ഹോമത്തിലൊക്കെ പുല്ല് ഒരു കെട്ട് കൊണ്ടുവരുന്നു, അത് ദർഭ. അപ്പോൾ ഈ ദർഭയും ചമതയൊക്കെ ആയിട്ട് മഹർഷി, ഈ ദർഭയും ചമതയായിട്ട് കുളിച്ച് കയറാനായിട്ട് മഹർഷി വരണു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിൻ്റെ വൈദിക നിഷ്ഠയിലെ സമ്പ്രദായത്തിൽ തെറ്റാതെ, അധർമ്മം ചെയ്യാതെ, ചീത്തത്വത്തിലൊന്നും മനസ്സ് വെക്കാതെ ജീവിച്ചു പോരുന്നതിന് മഹാത്മാവാണെന്ന് പിടികിട്ടിയില്ല. വരവ് കാണിച്ച് അദ്ദേഹത്തിൻ്റെ ആ ക്യാമറ അങ്ങോട്ട് തിരിച്ചു പിടിച്ച് എന്തിനാണെന്നറിയൂ? അദ്ദേഹത്തിൻ്റെ ആ വരവും നമ്മൾ ഓരോരുത്തരുടെ വരവ് കണ്ടാലറിയാം എന്ത് സമ്പ്രദായക്കാരനാണെന്ന്. ഓരോരുത്തരുടെ ആ ഒരു ആദ്യത്തെ കാഴ്ച കണ്ടാൽ തന്നെ നമുക്ക് ആളെ നല്ലോണം മനസ്സിലാവി. ഇദ്ദേഹം മഹായോഗ്യനായിട്ട് വരികയാണ്. അപ്പോഴേക്കൊന്നും പറയണ്ട. ദൃഷ്ടുവാസുരപതിസ്ത്രസ്തോ വിഷസാദ ഭയാന്വിത. അപ്പോഴേക്ക് മഹർഷിയെ കേട്ടപ്പോഴേക്ക് ഈ ഇന്ദ്രനാകെ അങ്ങോട്ട് പരിഭ്രമിച്ച് വശം കെട്ടു. എന്തു ചെയ്യും? പെട്ടു. ഓടിച്ചാടി വന്നത് മുമ്പിൽ നടക്കാ പെട്ടതാരുടെ? ആരുടെ മുമ്പിലാണോ പെടരുതെന്ന് വിചാരിച്ചത് അതിന് നടക്കാൻ അങ്ങോട്ട് ചെന്ന് പെട്ടു. ആര്? ഈ മഹർഷിയുടെ മുമ്പിലാണ് പെട്ടത് ഇന്ദ്രനെ. അഥ ദൃഷ്ടുവ സഹസ്രാക്ഷം നിജവേഷധരം മുനിം. അപ്പം ഇന്ദ്രനെ ഇങ്ങനെ നോക്കിയപ്പം എന്താ പ്രച്ഛന്ന വേഷമത്സര? എവിടെ? തൻ്റെ വേഷമാണ് നിജവേഷധരം. തൻ്റെ വേഷത്തിൽ വേറെ എടുത്ത് ഇന്ത്യ പോണു. അപ്പം എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. മഹർഷി നോക്കി, ഇപ്പം ഇങ്ങനെ മതിൽ ചാടി ഓടിപ്പോണതൊന്നും എൻ്റെ വേഷത്തിൽ കണ്ടു. അല്ല, അന്തസ്സായിട്ടൊരു കുടുംബത്തേക്ക് വന്നവനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇന്ദ്രൻ അവിടെ ചെന്ന് അഹല്യയോട് ചോദിക്കണം, ഇവിടെ ഉണ്ടോ മഹർഷി? ഇവിടെ ഇല്ല, അദ്ദേഹം ഇപ്പോൾ വരും, ജപിക്കുക ഹോമിക്കാൻ ഇപ്പോൾ വരും. ശരി, ഇതവിടെ ഇരുന്നോളൂ, പൂമുഖത്ത് ഇരുന്നോളൂ, വരൂ കേട്ടോ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന മഹർഷി വന്നാൽ, ഞാൻ കുറച്ചു നേരമായി വന്നിട്ട് സന്തോഷമായി. എന്താവാ കാര്യം? ഒന്നും ഇല്ല, ഞാൻ അങ്ങനെ നന്നായി
അന്തസ്സുണ്ട് ഇല്ലേ? ഒരു നമ്മളിപ്പോൾ ഓരോ കുടുംബത്തിൽ നമ്മളിപ്പോൾ ഓരോരുത്തരെ കാണാനൊക്കെ വരില്ലേ? ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പതിവ്? അതിലൊന്നും ഒരു അന്തസ്സിൻ്റെ കേടില്ലേ? അപ്പം ഇതിപ്പോൾ എന്താ ഉണ്ടായത്? ഒളിച്ചും പതുങ്ങിയും പാത്തും പതുങ്ങി ആണുങ്ങളില്ലാത്ത നേരത്തെ വന്ന് അന്തല്യായ കാണിച്ചാൽ നോക്കൂ. അത് മഹർഷി ഇതിങ്ങനെ കണ്ടപ്പണ്ടല്ലോ. ദുർവൃത്തൻ നല്ല സമ്പ്രദായക്കാരന്, ദുഷ്ട സമ്പ്രദായക്കാരന്, വൃത്തസമ്പന്നോ രോഷാത് വചനമബ്രി. എന്നാലോ ദുർവൃത്തനാണെങ്കിലും വലിയ കേമത്തരത്തിലാണ് നടക്കണതേ. അങ്ങനെ നടക്കണ ഇന്ദ്രനെ കണ്ടപ്പം പറഞ്ഞു, മമരൂപം സമാസ്ഥായ കൃതവാനസി ദുർമതേ അകർത്തവ്യമിതം തസ്മാൽ വിഫലസ്ത്വം ഭവിഷ്യസി. നീയേ എൻ്റെ വേഷം കെട്ടിയിട്ട് ഈ ജാതി ചതി ചെയ്യുകൊണ്ട് എന്ത് ചെയ്യുക? സഹസ്രഭഗനായി ഭവിക്ക ഭവാനിനി. അതാ നല്ലത്. ഇത് വിസ്തരിക്കണേക്കാൾ നല്ലത് അതാ. എന്താ പറഞ്ഞത്? അങ്ങനെയായിട്ട് തീരട്ടെ, വിശദീകരിക്കൊന്നുമില്ല. അങ്ങനെയാണ്. ശപിച്ചു. ആരെ ശപിച്ചു? ഇന്ദ്രനെ അങ്ങനെ സഹസ്രഭഗനായി ഭവിക്ക ഭവാനിനി എന്ന് പറഞ്ഞപ്പോൾ അതൊരു രണ്ടാം തരമായപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടോ, ഇന്ദ്രനൊരു ശാപമോക്ഷം ചോദിച്ചു. ഇതിങ്ങനെ അങ്ങടിക്കോ പോലെ മോശമാണ്, അപ്പോൾ എന്ത് ചെയ്യും ചോദിച്ചു. അങ്ങനെയാണ് ഇത് ചെയ്തത്. ഇന്ദ്രൻ അവിടെയൊക്കെ ആ സ്ഥാനത്തൊക്കെ ഒരുതരം എന്താ പറയുക, നേത്രങ്ങൾ അങ്ങനെയാണ് സഹസ്രാക്ഷനായത്. കണ്ണാണ്, 1000 കണ്ണായിട്ട് തീർന്നത് ഇന്ദ്രൻ എന്ന് പറയും. ഇങ്ങനെ ഈ ഇന്ദ്രനെ ശപിച്ചു. ഇന്ദ്രനെ ശപിച്ചതിൻ്റെ ശേഷം മഹർഷി എന്ത് ചെയ്തു? അകത്തേക്ക് വന്നപ്പം അഹല്യ അവിടെ ഉണ്ട്. അഹല്യ എന്താ ഉണ്ടായിച്ചാൽ നോക്കൂ, ഈ ശകരനെ ചോദിച്ചാൽ അഹല്യാബി അഹല്യയും കൂടി എന്ത് ചെയ്തു? ശപിച്ചു. അഹല്യ ശപിച്ചത് നമ്മുടെ അഹല്യ എങ്ങനെയാണ് ശപിച്ചത്? നമ്മൾ ശപിച്ചതല്ല, നമ്മുടെ പരിചയത്തിലുള്ള ശാപം എങ്ങനെയാണ്? കല്ലായിട്ട് പോട്ടെ എന്ന് ശപിച്ചു എന്നല്ലേ? അത്രയല്ലേ ഉള്ളൂ. ഇവിടെ കല്ലിൻ്റെ കാര്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ പറഞ്ഞത് എന്താണെന്നറിയോ? ഇഹ വരുഷസഹസ്രാണി ബഹൂനിത്വം നിവത്സ്യസി വായുഭക്ഷ നിരാഹാര തപ്യന്തി ഭസ്മശായിനി അദൃശ്യ സർവഭൂതാനാം ആശ്രമേസ്മിൻ നിവത്സ്യസി യദ് അജൈതദ്വനം ഘോരം രാമോ ദശരഥാത്മജ ആഗമിഷ്യതി ദുർധരിഷസ്തദാ പൂതാ ഭവിഷ്യസി. ഇതാണ് ശാപം. ഇവിടുത്തെ ശാപം എങ്ങനെയാണ്? അത് വിശദീകരിക്കാം, പറയാം. എന്താ പറഞ്ഞതെന്നറിയോ? ഈഹ നീ ഇവിടെ വെച്ചാൽ ഈ ആശ്രമത്തിൽ വരുഷസഹസ്രാണി 1000 കൊല്ലം ബഹൂനി അനവധി 1000 കൊല്ലം എന്ത് ചെയ്യും? ഇവിടെ എങ്ങനെ കഴിച്ചു കൂട്ടും? എങ്ങനെ വസിക്കും? എങ്ങനെ വസിക്കുന്നതാണ് അതല്ലേ പറയുന്നത്? വായുഭക്ഷം എന്താർത്ഥം? ആഹാരമൊന്നുമില്ല. വായുഭക്ഷം പറഞ്ഞാൽ ആഹാരം ഇല്ലാതെ എന്നർത്ഥം. നമ്മൾ പറയില്ലേ വായു ഭക്ഷിക്കുക പറഞ്ഞാൽ വായു ഭക്ഷിക്കൂ. ഒന്നും കഴിക്കാണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് എന്ത് പറയും? എന്താ രാവിലെ കഴിച്ചത്? വായുഭക്ഷ. നമ്മൾ ഇഡ്ഡലി കഴിച്ചു വരിക. അപ്പോൾ എന്താ പറഞ്ഞത്? വായുഭക്ഷ നിരാഹാര എന്നൊക്കെ കേട്ടില്ലേ? ആഹാരം ഇല്ലായാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു കൗതുകത്തിൽ പറയും. അപ്പോൾ വായുഭക്ഷ ആഹാരം ഇല്ലാതെ നിരാഹാര. അതാണ് വീണ്ടും എടുത്ത് പറഞ്ഞു. വായു ഭക്ഷിക്കുക പറഞ്ഞാൽ വായുവിനെ ആഹാരമാക്കുക എന്നല്ല, ഒരാഹാരവും ഇല്ലാതെ കണ്ട് തപ്യന്തി അങ്ങനെ ചുട്ടുനീറി കഴിയും. ഏത് രൂപത്തിൽ? ഭസ്മശായിനി. ഭസ്മം ഈ വെണ്ണീര് ചാരം, അതിൽ പൊടി, ആ ചാരപ്പൊടിയിൽ പെരണ്ട അങ്ങനെ എങ്ങനെ കഴിയും? അദൃശ്യ സർവഭൂതാനം. അപ്പോഴും ആർക്കും തന്നെ കാണാൻ പറ്റില്ല. അത് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇങ്ങനെ ഒരാളിവിടെ കഴിയുന്നത് ഒരാളുടെ കണ്ണിന് വിഷയാവില്ല. ഒരാളുടെ നേത്രത്തിൽ പതിയാത്ത മട്ടിൽ ഇവിടെ മണ്ണിലും പൊടിയിലും പെരണ്ട അതിനവധി 1000 കൊല്ലക്കാലം ഇവിടെ ഈ ഭസ്മത്തിൽ പൊടിയിൽ പെരണ്ട കഴിച്ചു കൂട്ടേണ്ടി വരും. അങ്ങനെ കഴിച്ചു കൂട്ടുന്ന കാലത്ത് എന്തുണ്ടാവും? യഥാച ഏതദ്വനം ഘോരം രാമോ ദശരഥാത്മജ. അങ്ങനെ കുറേ 1000 കൊല്ലം കഴിയുമ്പോൾ ഒരിക്കൽ ദശരഥപുത്രൻ രാമൻ കാട്ടിലേക്ക് വരും. അങ്ങനെ ഈ കാട്ടിലേക്ക് വരുമ്പം ആഗമിഷ്യതി വന്നാലോ ദുർധരിഷ ആ മഹാവീരനായ കുമാരനെ കാണുമ്പം തത് പൂത ഭവിഷ്യതി. പൂത പരിശുദ്ധയായിട്ട് തീരും. രാമനെ കാണുമ്പം പരിശുദ്ധാവും. അപ്പം നോക്കൂ, കല്ലിൻ്റെ കാര്യം പറഞ്ഞിട്ടുമില്ല, കല്ലാവണ കാര്യം പറഞ്ഞില്ലല്ലോ. അദൃശ്യമായിട്ട് മണ്ണും പൊടിയും മണിഞ്ഞും ഇവിടെ കടന്ന് കഴിച്ചു കൂട്ടട്ടെ എന്നാണ് അങ്ങനെ ശപിച്ചത്. അങ്ങനെ ശപിച്ചതിൻ്റെ ഏവമുക്കുതു ആ മഹാതേജ. അദ്ദേഹം എന്നിട്ട് പറയും ചെയ്തു, തസ്യ ആതിഥ്യേന ദുർവൃത്തേ ലോഭമോഹ വിവർജിത മത്സകാശേ മുദയുക്ത സ്വംഭപുർധാരയിഷ്യതി. അങ്ങനെ ശ്രീരാമനെ കണ്ട ആ മഹിമയുണ്ട് നീ വീണ്ടും പഴയ മട്ടായിട്ട് സ്വരൂപമൊക്കെ ധരിച്ചിട്ട് എങ്ങോട്ട് വരും? ലോഭ മോഹ വിവർജിത. ഈ അത്യാർത്ഥിയൊക്കെ തീർന്ന് പരിശുദ്ധമായ ഭാവത്തിലായിട്ട് എവിടേക്ക് എത്തും? എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തും എന്നും പറഞ്ഞു. അങ്ങനെ മഹർഷി ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഹിമവൽ ശിഖരേ പുണ്യേ തപസ്തേപേ മഹാതപാഹ. അദ്ദേഹം ഹിമാലയത്തിലേക്ക് തപസ് ചെയ്യാനായിട്ട് പോവുകയും ചെയ്തു.
ഗൗതമ മഹർഷി. അപ്പോൾ ഇവിടെ ഇപ്പം അഹല്യ ഉണ്ട്, ആർക്കും നോക്കിയാൽ കാണൂല്ല. ഗൗതമ മഹർഷി ഇല്ലേ ഇനി, അദ്ദേഹം ഹിമാലയത്തേക്ക് പോവുകയും ചെയ്തു. ഇതേ പണ്ടായി. ഇതാണ് അഹല്യയുടെ കഥ. ഇത്രയും മനസ്സിലായില്ലേ? അഹല്യയുടെ കഥ പറഞ്ഞപ്പോൾ അഹല്യ അവിടെ ഉണ്ടല്ലോ. അപ്പോഴൊക്കെയാണ് അവിടേക്ക് എന്തുണ്ടായത്? ഈ മഹർഷി എന്ത് ചെയ്തു? ഇന്ദ്രനാണെങ്കിൽ ഇവിടുന്ന് പോയി. ഇന്ദ്രൻ പോയപ്പം അഹല്യ ശാപം വാങ്ങി ഇവിടെ കഴിച്ചു കൂട്ടുന്ന സമയത്ത് ഇപ്പം അപ്പം രാമൻ ഇപ്പോൾ അവിടെ എത്തിയില്ലേ. അങ്ങനെ രാമനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ ഉള്ളിലേക്ക് ആ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു. ആശ്രമത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് ഈ ഇദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ആരാലും കാണപ്പെടാതെ കിടക്കണ അഹല്യ, ഗൗതമ പത്നി അഹല്യ എന്ത് ചെയ്തു? തപസ്നു ശാപസ്യന്തമുപാഗമ്യ തേഷാം ദർശനമാഗത രാഘവൗ തു തതസ്തസ്യാ പാദൗ അതിലെ ഉണ്ടായത് ജഗൃഹതുർമുദ. പാദൗ ജഗൃഹതുർ എന്ന് പറഞ്ഞാൽ പാദങ്ങളെ ജഗ്രാഹ പിടിച്ചു. അപ്പം ഈ രാമലക്ഷ്മണന്മാരെ കണ്ടപ്പോഴേക്ക് തന്നെ ആരുടെ ശാപം തീർന്നു? അഹല്യയുടെ തീർന്നു. അപ്പം അഹല്യ ആരാലും കാണപ്പെടാതെ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ അത് മാറി. ഇപ്പം എന്തായിട്ട് തീർന്നു? സ്വരൂപം ധരിച്ചു. ഈ സ്വരൂപം ധരിച്ചിരിക്കുന്ന അഹല്യമ്മയുടെ അടുത്തേക്ക് ആര് ചെന്നു? ഈ രാമലക്ഷ്മണന്മാർ ചെന്നേ. രാമലക്ഷ്മണന്മാർ ചെന്നിട്ട് എന്ത് ചെയ്തു? ആ അടുത്തേക്ക് ചെന്നിട്ട് പാദൗ തസ്യാഹ ജഗൃഹതുർ, അങ്ങനെ അഹല്യയുടെ പാദത്തിൽ തൊട്ട് വന്ദിച്ച് നമസ്കരിച്ചു എന്നാ പറയുക. അപ്പോഴേക്ക് എന്ത് തീർന്നു? പാപം, അഹല്യയുടെ പാപവും തീർന്നു. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? കഥ പറഞ്ഞ അവിടെ നിർത്തി അടുത്തത് പറഞ്ഞ് നമുക്ക് നീട്ട് പോയാൽ മതി ഇല്ലേ? പക്ഷെ എന്തീ പറഞ്ഞതിൻ്റെ അർത്ഥം? അത് മനസ്സിലായില്ല, ഒന്നും മനസ്സിലാവില്ല. നോക്കൂ, ഈ അഹല്യ ചെയ്ത പാപം എന്തുകൊണ്ടുണ്ടായ പാപമാണ്? കാമലോഭം കൊണ്ടുണ്ടായ പാപ. കാമാസക്തി കൂടുകൊണ്ടും ഇന്ദ്രനോടുള്ള അത്യാർത്തി ഉണ്ടാവുകൊണ്ടുണ്ടായ പാപല്ലേ ചെയ്തത്. അത് എങ്ങനെ പരിഹാരമാവും എന്നാണ് ഇവിടെ പറഞ്ഞ് ഏർപ്പാടാക്കിയത്. രാമനെ കാണുമ്പം രാമൻ്റെ അടുത്ത് എത്തിച്ചേരുമ്പോൾ എന്ത് വരും? പാപം തീർന്ന് ശാപമോക്ഷം വരും എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? രാമൻ 10-12 വയസ്സായൊരു കുട്ടിയാണേ. 10-12 വയസ്സായൊരു കുട്ടി. അഹല്യ കുറേ പ്രായമുള്ള അമ്മയാണേ. അഹല്യ ഗൗതമൻ എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാലം തപസ്സും കഴിഞ്ഞു എത്രയോ ആയിരം പ്രായമായിട്ടുണ്ടാവും. അപ്പോൾ ആ അമ്മയുടെ അടുത്തേക്ക് ഈ രാമൻ ചെന്നു. രാമനും ലക്ഷ്മണനും എന്താ ചെയ്തത്? കുട്ടികൾ രണ്ടും കൂടി ചെന്നപ്പം കാൽക്കൽ നമസ്കരിച്ചു. ആരുടെ? അഹല്യയുടെ കാൽക്കൽ. അധ്യാത്മരാമായണത്തിൽ ഇങ്ങനെയല്ല അല്ലേ നമ്മൾ കേട്ടത്? എന്താ ഇത്? അഹല്യ അങ്ങട് തൊഴുത് നമസ്കാരം, അഹല്യ സ്തുതി. ഇവിടെ എന്താണ്ടായത്? ഇവിടെ അഹല്യമ്മയെ അങ്ങോട്ട് നമസ്കരിക്കുക ചെയ്തത്. അപ്പോൾ ഈ ബാലസ്വരൂപത്തിൽ വന്ന കുട്ടിയോൾ രണ്ടാളും, ചെറിയ കുട്ടികളല്ലേ, ഉണ്ണിയോൾ രണ്ടാളും ചെന്ന് ഈ അമ്മയുടെ കാൽക്കൽ തൊട്ട് നമസ്കരിച്ചപ്പം വാസ്തവത്തിൽ അഹല്യ ശുദ്ധിയായി. എന്നുവെച്ചെന്താർത്ഥം? അർത്ഥം എന്താണെന്നറിയൂ? കാമം കൊണ്ട് നശിച്ചവളാണ് ആര്? അഹല്യ. കാമം മോശമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഈ കാമം അസ്ഥാനത്ത് പുറപ്പെടുന്നത് മോശമാണ്. സ്ഥാനത്ത് ധർമ്മവിരുദ്ധ കാമോസ്മി എന്ന് പറയും ഒരു പ്രയോഗം ഭഗവാൻ. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം ഞാനാണ് എന്ന് വിഭൂതി വിസ്തര യോഗത്തിൽ ഭഗവാൻ അർജുനന് ഭഗവത്ഗീതയിൽ പറഞ്ഞു കൊടുക്കേണ്ട. കാമാപകട എന്ന് പറഞ്ഞിട്ടില്ല. അത് ധാർമ്മികമാണെങ്കിലേ കാമം ച ആഗ്രഹം, ധാർമ്മികമായ കാമാച്ച തരക്കടില്ല. ഇപ്പം നമ്മൾക്ക് ഇങ്ങനെ അപ്പുറത്തെ വീട്ടിലെ ആളത്തെ സ്വത്ത് പടക്കി കിട്ടിയാൽ നന്നായിരുന്നു. കാമാണ്. നല്ല കാമ അത് ആണോ? അല്ല, നല്ല കാമല്ല. അപ്പുറത്തെ വീട്ടിലത്തെ സ്വത്ത് എനിക്ക് കിട്ടിയാൽ നന്നായിരുന്നു കാമിക്കുന്നത് ശരിയല്ല, അത് നല്ല കാമല്ല. എന്നാൽ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് കുറച്ച് പണമൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ദിവസം ചോറ് കൊടുക്കാറുന്നു. അപ്പോൾ നമുക്ക് അത്ര കൊടുക്കാൻ പറ്റുന്നില്ല, കുറേശ്ശേ കൊടുക്കാൻ പറ്റുള്ളൂ, 10 ആൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. കുറച്ചും കൂടിയൊക്കെ പണം ഉണ്ടായിരുന്നു വെച്ചാൽ ഒരു 100-120 ആൾക്ക് ദിവസം ചോറ് കൊടുക്കാറുന്നു. പണം ഉണ്ടായില്ല. പണം ഉണ്ടായി നന്നായിരുന്നു. എന്തിന്? ഈ കാമം ധർമ്മവിരുദ്ധാണോ ധർമാനുകൂലാണോ? കണ്ടോ? ധർമാനുകൂലാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാമം ദോഷമായ കാമല്ല, ശരിയല്ലേ? ഇപ്പോൾ കുറച്ച് സ്വത്തും സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ വലിയൊരു ഇതൊക്കെ കെട്ടിയിട്ടാക്കി പാവപ്പെട്ട കുട്ടികളെ കൊണ്ടുപോയി താമസിപ്പിച്ച് സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ ഊണഴിക്കാനൊക്കെയുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാറ്. പാവം എന്താ കുട്ടികൾ ഊണഴിക്കാൻ നിവൃത്തിയില്ലാണ്ട് സ്കൂളിലേക്ക് പോകാൻ നിവൃത്തിയില്ലാണ്ട് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് നശിച്ചു പോവല്ലേ? എന്തല്ലേ കുറച്ച് ഇപ്പം കുറച്ച് കുട്ടികളൊക്കെ കുറച്ച് ചെയ്യേണ്ട. പക്ഷേ അത് പോരാ, കുറേയും കൂടി ചെയ്യണം. കുറേയും കൂടിയൊക്കെ പണം സ്വത്തുമൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ അല്ലേ അത് വലിയ സൗകര്യമായിരുന്നു. ഇന്നൊരാൾ മോഹിച്ചാൽ അത് മോശമാണോ? കാമം മോശമാണോ? അല്ല. അമ്മയും അച്ഛനൊക്കെ വയ്യാണ്ടിരിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് ആസ്പത്രിക്ക് പോകണം. ഒരു പഴയ കാറുണ്ടായിരുന്നു വെച്ചാൽ ഒരു ഉപകാരമായിരുന്നു. എന്താ കാരണം? ഇടയ്ക്കിടയ്ക്ക് ഓട്ടോറിക്ഷ വിളിച്ചാൽ കിട്ടില്ല. ഇവിടെ വയ്യായ കൂടുമ്പോൾ ഓട്ടോറിക്ഷ കിട്ടില്ല. ഇത് വയ്യായി കൂടുമ്പോൾ ആസ്പത്രിക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ട് വെച്ചാൽ ഒരു വണ്ടി എന്തെങ്കിലും ഉണ്ടായിരുന്നു വെച്ചാൽ കടം വാങ്ങിയിട്ട് ഒരു വണ്ടി അങ്ങോട്ട് വാങ്ങും. അപ്പോൾ ചിത്രനോടോ താകുമ്പോൾ കാറ് വാങ്ങിക്കിപ്പോൾ അങ്ങനെ ചോദിക്കാൻ പാടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാമം എന്തല്ല? അദ്ദേഹത്തിന് ആസ്വദിച്ച എവിടെയെങ്കിലും പിന്നെ വിനോദയാത്ര പോകാനല്ല അദ്ദേഹം അത് വാങ്ങിയത്. അമ്മയും അച്ഛനും കഷ്ടമായിട്ടിരിക്കുമ്പോൾ അവർക്കിടയ്ക്കെന്ന ആസ്പത്രിക്ക് പോകാനും
മരുന്ന് വാങ്ങാൻ പോവാനും പെട്ടെന്നൊരു വയ്യായെ തോന്നുമ്പോൾ ഒരു മരുന്ന് കൊണ്ടുവന്ന് കൊടുക്കണമെങ്കിൽ അവനവൻ്റെ കയ്യിൽ വാഹനം ഉണ്ടെച്ചാൽ പെട്ടെന്നാവൂലോ. അപ്പോൾ ആ കാമം മോശമായ കാമാണോ നല്ല കാമാണോ? നല്ല കാമാണ്. ഇതാണ് ഭഗവാൻ പറഞ്ഞ ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമവും ഞാൻ തന്നെയാണ്. അപ്പോൾ ഈ സജ്ജനങ്ങളൊക്കെ കാമിച്ച കാമനയൊക്കെ ഭഗവാന്റെ ഒരു മഹിമയാണ് ആ കാമനയിൽ വരുന്നത്.